ശൈത്യമാണ് മോർണിംഗ് ടാസ്ക് പറയാൻ വരുന്നത്. ഏറ്റവും ഉള്ളിൽ തട്ടിയ ഒരു സങ്കടമോ കരുതലോ ഇഷ്ടമോ അതൊക്കെയാണ് പറയാനുള്ള ടാസ്ക്. ആരും കാണാതെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട നിങ്ങൾക്ക് വന്ന ഒരു അനുഭവം അത് എല്ലാവരോടുമായി പറയുക എന്നുള്ളതാണ് ടാസ്ക്. എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, സങ്കടമുള്ളതായിട്ടുണ്ടായിട്ടുണ്ട്, ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് നടന്ന കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ എനിക്കൊരാളുടെ ബെഡിൽ നിന്ന് മാറേണ്ടി വന്നു. ആ സമയത്ത് വൈൽഡ് കാർഡും ഒക്കെ ഉള്ളതുകൊണ്ട് ബെഡ് ഒന്നും ഒഴിവില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിടക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ വെച്ച് പുറത്ത് എവിടെയെങ്കിലും കിടക്കാം, ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, എവിടെയെങ്കിലും കിടക്കാമെന്ന് കരുതി. ഞാനിങ്ങനെ വിഷമിച്ച് ഈ പൗഡർ റൂമിൻ്റെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബിക്കോസ് എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് ബെഡ് തന്ന 2 പേരുണ്ട്. ആദില, നൂറ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് എന്നെ ഓക്കെ ആക്കി. നിനക്ക് ഞങ്ങളുടെ കൂടെ കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അനുഭവിച്ച ഒരു പെയിനുണ്ട്. ആ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ആ ഒരു സമയത്ത് ആ വേറൊരാൾ നമ്മളെ അവരുടെ ആ സ്പേസിലേക്ക് വിളിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആദിലയോടും നൂറയോടും. അപ്പോഴേക്കും എല്ലാവരും കൈ കൊട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് എല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഒരാളുമായിട്ട് ഞാൻ അത്ര ക്ലോസ് ആയിരുന്നില്ലായിരുന്നു. ആ ആളിനെ എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ആ ഓണത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പുറത്തായിരുന്നു. റെനയും ഷാനവാസിക്കയും ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ കൊണ്ടുവന്ന് ഞാനത് നിനക്കും തന്ന് ഷാനവാസിക്കയ്ക്കും കൊടുത്തു. അപ്പോൾ ഷാനവാസിക്ക വന്നതിനെ ഹഗ് ചെയ്തു. അപ്പോൾ വന്നിട്ടൊരു ചിരിയും ആ ഒരു നോട്ടും ഒക്കെ, ഒരു ബ്രദർ, എന്തോ ഒരു കരുതൽ. അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നോടുള്ള സ്നേഹം എന്തോരം ഉണ്ടെന്ന്. അങ്ങനെ ആദിലയും നൂറയും ഷാനാസിക്കയും പിന്നെ ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു പ്രശ്നം ടാസ്കിൽ അതെനിക്ക് കുറച്ച് മുറിവുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ആ സമയത്ത് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരാളിവിടെ ഉണ്ട്, പ്രവീണ്. ആ സമയത്ത് എൻ്റെ വിഷമം കണ്ടിട്ട് അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് നിന്നെ മാന്തുകയൊക്കെ ചെയ്തായിരുന്നു, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ആ ഒരു കരുതലൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് അനുഭവങ്ങളായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെ ശൈത്യ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.